നമസ്കാരം. നമുക്ക് അരിപ്പൊടിയും മുട്ടയൊക്കെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി കാണാം. അതും വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യമായത് 1/2 കപ്പ് അരിപ്പൊടിയാണ്. ഇത് വറുത്തതോ വറക്കാത്തതോ ആയ എങ്ങനത്തെ ആയാലും അരിപ്പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. ഞാനിവിടെ അത്യാവശ്യം മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട പൊട്ടിച്ച് നമുക്ക് ഈ അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായത് ചിരകിയ തേങ്ങയാണ്. ഞാനിവിടെ ഒരു 1/2 കപ്പോളം ചിരകിയ തേങ്ങ എടുത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കൂടിയാണല്ലോ. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് വാനില എസൻസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് പഞ്ചസാര, ഇതൊന്ന് പൊടിച്ചെടുത്താണ്, പൊടിച്ച പഞ്ചസാരയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മൊത്തമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകാനായിട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ വെള്ളമുണ്ട്. അപ്പം നമുക്കിതൊന്ന് കുഴച്ചൊക്കെ നോക്കിയിട്ട് വെള്ളം ആവശ്യമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ മുട്ട ഈ അരിപ്പൊടിയൊക്കെ ആയിട്ട് എല്ലാമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആകുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ആവശ്യമായതുകൊണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മൊത്തം 4 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പം നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ പാകത്തിലുള്ള ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം ഈ മാവ് ഉണ്ടായിരിക്കേണ്ടത്. ഇതുപോലെ ഒന്ന് മാവ് ഉരുട്ടിയെടുക്കാൻ പാകത്തിൽ ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിങ്ങനെ ഓരോ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇങ്ങനെ ഉരുളകളാക്കി എടുക്കുന്നത് നമ്മൾ ചൂടായ എണ്ണയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ കടായിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അങ്ങനെ കുറച്ച് ഉരുട്ടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് മൊരിച്ചെടുക്കാം. പുറമൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം. ഇടയ്ക്കൊന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം എല്ലാ ഭാഗവും ഒന്ന് മൊരിഞ്ഞ് കിട്ടും. ഇതുപോലെ കളറൊക്കെ മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഈ എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇട്ടൊക്കെ ഒന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.